ഇപ്പോൾ വളരെയധികം സംസാര വിഷയം ഒരു കാര്യമാണ് ഇൻവേർട്ടറും RCCBയും. ഇൻവേർട്ടറിന് ശേഷം RCCB ചെയ്യുന്നവരുണ്ട്, ഇൻവേർട്ടർ വേണ്ടി തന്നെ DB ചെയ്യുന്നവരുണ്ട്, സെപ്പറേറ്റ് സർക്യൂട്ട് വലിച്ച് അല്ലെങ്കിൽ ന്യൂട്രൊക്കെ സെപ്പറേറ്റ് വലിച്ച് DB ചെയ്യുന്നവരുണ്ട്. ഇലക്ട്രിക് ഫീൽഡിലെ പുതിയ പുതിയ അപ്ഡേഷൻസും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും എല്ലാം നല്ലതാണ്, സ്വാഗതാർഹം ചെയ്യുന്നു. എന്നാൽ ഇതിന് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ KSEBയുടെ RCC ഓഫായി കഴിഞ്ഞാൽ ഇൻവേർട്ടറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് നമുക്ക് ഷോക്ക് കേൾക്കില്ല. ഇൻവേർട്ടറിൻ്റെ ഫേസിൽ തൊട്ടാൽ നമുക്ക് കറണ്ട് അടിക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയണ്ടേ? KSEBയുടെ ന്യൂട്രൽ എന്ന് പറയുന്നത് RYB, ഇതിൻ്റെ സെൻറ്റർ ഭാഗം എർത്ത് ചെയ്യുന്നതാണ് ന്യൂട്രൽ എന്ന് പറയുന്നത്. അതായത് KSEBയുടെ ന്യൂട്രൽ ഭൂമിയായിട്ട് കണക്റ്റഡ് ആണ്. ഒരു ബൾബ് കത്തുന്നത് നമുക്കറിയാമല്ലോ, ഫേസിലൂടെ വരുന്ന കറണ്ട് ന്യൂട്രലിലൂടെ പോയി തിരിച്ച് ട്രാൻസ്ഫോമറിൽ എത്തുമ്പോഴാണ് ആ ഒരു സർക്കിൾ പൂർത്തിയാകുന്നത്. ആ ഒരു സർക്കിൾ പൂർത്തിയായെങ്കിൽ മാത്രമേ നമുക്കൊരു ബൾബ് പോലും പ്രകാശിക്കത്തുള്ളൂ. നമുക്ക് കറണ്ട് അടിക്കുന്നതും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഫേസ് ലൈനെ തൊട്ട് കഴിയുമ്പോൾ ആ കറണ്ട് നമ്മുടെ ശരീരത്തിലൂടെ വന്ന് ഭൂമിയിൽ ചെന്ന് അത് ഭൂമിയിലൂടെ ട്രാൻസ്ഫോമർ ചെല്ലുമ്പോഴാണ് ആ ഒരു സർക്കിൾ പൂർത്തിയാകുന്നത്. അപ്പോഴാണ് നമുക്ക് കറണ്ട് അടിക്കുന്നത്. എന്നാൽ ഫേസ് ലൈനിൽ നമ്മൾ തൊടുന്ന സമയം നമ്മൾ ഭൂമിയായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ലെങ്കിൽ നമ്മൾക്ക് KSEBയിൽ നിന്നും കറണ്ട് അടിക്കുകയില്ല. ഇതേ സാഹചര്യമാണ് ഇൻവേർട്ടറിനുള്ളത്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇൻവേർട്ടറിൻ്റെ ഫേസ് ലൈനിലും എർത്തേലും ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക, ബൾബ് പ്രകാശിക്കുകയില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ മൾട്ടിമീറ്റർ എടുത്ത് ഇൻവേർട്ടറിൻ്റെ ഫേസിലും എർത്തേലും ഒന്ന് കണക്ട് ചെയ്ത് നോക്കൂ, നിങ്ങൾ വോൾട്ടേജ് കാണിക്കുകയില്ല. ഷോക്ക് ഏൽക്കണമെങ്കിൽ രണ്ട് സാഹചര്യങ്ങളാണ്. ഒന്ന്, ഇൻവേർട്ടറിൻ്റെ ഔട്ട്പുട്ട് ന്യൂട്രൽ എർത്ത് ചെയ്തിരിക്കണം. രണ്ട്, ഇൻവേർട്ടറിൻ്റെ ന്യൂട്രും എർത്തുമായിട്ട് ഒരു ലീക്കേജ് ഉണ്ടായിരിക്കണം. ഈ രണ്ട് സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് ഇൻവേർട്ടറിൽ നിന്നും ഷോക്ക് ഏൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഫേസിലും ന്യൂട്രലും പിടിക്കണം. അത് ആത്മഹത്യാപരമാണല്ലോ. ഇതിനെക്കുറിച്ച് കൂടുതൽ അഭിപ്രായങ്ങളും അറിവുകളുമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക, നമുക്കും പഠിക്കാമല്ലോ.